രാജ്യത്തെ നിയമങ്ങൾ കേന്ദ്ര സർക്കാരിനും അവരുടെ തൽപര കക്ഷികൾക്കും വേണ്ടി മാറ്റിയെഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിവരാവകാശ നിയമങ്ങളെ പോലും കാറ്റിൽ പറത്തുന്ന സ്ഥിതിവിശേഷമാണ് നിലവിൽ രാജ്യത്തുള്ളത്. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയായ PM കെയർസ് ഫണ്ടിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന പൗരന്മാർക്ക് തിരിച്ചടിയാകുന്ന നിരീക്ഷണമാണ് ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. PM കെയർസ് ഫണ്ടിന് സ്വകാര്യതയ്ക്ക് അവകാശമുണ്ടെന്നും അതിനാൽ അതിലെ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിടാൻ കഴിയില്ലെന്നുമാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആദായ നികുതി വകുപ്പ് സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ ജസ്റ്റിസുമാരായ വിഭു ബഗ്രു, മഞ്ജീത് സിംഗ് എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ നിർണായകമായ നിരീക്ഷണം നടത്തിയത്. PM കെയർസ് ഫണ്ടിന് ലഭിക്കുന്ന സംഭാവനകൾക്ക് ആദായ നികുതി ഇളവ് ലഭിക്കുന്നുണ്ട്. ഈ ഇളവ് ലഭിക്കാൻ സമർപ്പിച്ച രേഖകളും ട്രസ്റ്റ് രൂപീകരിച്ചതിന്റെ വിശദാംശങ്ങളും ആവശ്യപ്പെട്ട് ഒരു വ്യക്തി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി. എന്നാൽ ആദായ നികുതി വകുപ്പ് ഈ വിവരങ്ങൾ നൽകാൻ തയ്യാറായില്ല. ഈ തർക്കം കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ മുന്നിലെത്തുകയും വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന് കമ്മീഷൻ ഉത്തരവിടുകയും ചെയ്തു. ഈ ഉത്തരവിനെതിരെ ആദായ നികുതി വകുപ്പ് കോടതിയെ സമീപിച്ചപ്പോഴാണ് PM കെയർസ് ഫണ്ടിന് ഒരു വ്യക്തിയെ പോലെ തന്നെ സ്വകാര്യതയ്ക്ക് അവകാശമുണ്ടെന്ന വിചിത്രവാദം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കോടതി ഇവിടെ ആധാരമാക്കിയിരിക്കുന്നത് വിവരാവകാശ നിയമത്തിലെ 8(1)(j) എന്ന വകുപ്പാണ്. സാധാരണ നിലയിൽ ഈ വകുപ്പ് ഉപയോഗിക്കുന്നത് വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ സംരക്ഷിക്കാനാണ്. ഉദാഹരണത്തിന്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ആരോഗ്യ വിവരങ്ങളോ കുടുംബകാര്യങ്ങളോ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല. എന്നാൽ ജനങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കുന്ന രാജ്യത്തെ ഏറ്റവും ഉയർന്ന പദവിയിൽ ഇരിക്കുന്നവർ നിയന്ത്രിക്കുന്ന ഒരു പൊതു ട്രസ്റ്റിന് എങ്ങനെ ഒരു വ്യക്തിയുടെ സ്വകാര്യത അവകാശപ്പെടാൻ കഴിയുമെന്നതാണ് നിയമവിദഗ്ധരെ ചൊടിപ്പിക്കുന്നത്. PM കെയർസ് ഫണ്ടിന്റെ ഘടന പരിശോധിച്ചാൽ ഇതിലെ സുതാര്യത എത്രത്തോളം പ്രധാനമാണെന്ന് മനസ്സിലാകും. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഈ ഫണ്ടിന്റെ ചെയർമാൻ. പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി, ധനകാര്യമന്ത്രി എന്നിവരാണ് ഇതിലെ മറ്റ് ട്രസ്റ്റുമാർ. അതായത് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 വ്യക്തികൾ ഔദ്യോഗിക പദവി ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണിത്. കോവിഡ് പോലുള്ള മഹാമാരിയുടെ സമയത്ത് സാധാരണക്കാരായ ജനങ്ങളും വലിയ കോർപ്പറേറ്റ് കമ്പനികളും നൽകിയ കോടിക്കണക്കിന് രൂപയാണ് ഈ ഫണ്ടിലുള്ളത്. ഈ പണം എവിടെ നിന്ന് വരുന്നു, ആർക്കൊക്കെ നൽകുന്നു എന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമില്ല എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് വിരുദ്ധമാണെന്ന് വിവരാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനെ മുൻപ് വിവാദമായ ഇലക്ട്രൽ ബോണ്ടിനേക്കാൾ വലിയ അഴിമതി സാധ്യതയുള്ള ഒന്നായാണ് പലരും കാണുന്നത്. ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം ലഭിച്ചിരുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കായിരുന്നു. എന്നാൽ PM കെയർസിന്റെ കാര്യത്തിൽ പണം നേരിട്ട് എത്തുന്നത് ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലുള്ള ട്രസ്റ്റിലേക്കാണ്. ഏതെങ്കിലും വൻകിട കമ്പനികൾ ഈ ഫണ്ടിലേക്ക് വലിയ തുകകൾ നൽകുകയും അതിന് പകരമായി സർക്കാർ ആ കമ്പനികൾക്ക് വലിയ കരാറുകളോ നിയമപരമായ ഇളവുകളോ നൽകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഈ വിവരങ്ങൾ പുറത്തുവരേണ്ടതുണ്ട്. എന്നാൽ വിവരങ്ങൾ രഹസ്യമായി വെക്കുന്നതോടെ ഇത്തരം ഇടപാടുകൾ പുറം ലോകം അറിയാതെ പോകുന്നു. ഇതിനെയാണ് ക്വിഡ് പ്രോക്കോ അഴിമതി എന്ന് അറിയപ്പെടുന്നത്. ആദായ നികുതി നിയമത്തിലെ 138 വകുപ്പ് പ്രകാരം നികുതി വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്നാണ് സർക്കാർ വാദിക്കുന്നത്. എന്നാൽ വിവരാവകാശ നിയമത്തിലെ 22 വകുപ്പ് പറയുന്നത് മറ്റ് നിയമങ്ങളിലെ രഹസ്യ സ്വഭാവത്തേക്കാൾ മുൻഗണന ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിനാണ് എന്നാണ്. ഈ 2 നിയമങ്ങൾ തമ്മിലുള്ള വടംവലിയാണ് ഇപ്പോൾ കോടതിയിൽ നടക്കുന്നത്. 2026 ഫെബ്രുവരി 10-നാണ് ഈ കേസിൽ അടുത്ത വാദം നടക്കുക. പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കാൻ ഡിജിറ്റൽ നിയമങ്ങൾ കൊണ്ടുവരുന്ന സർക്കാർ സ്വന്തം കൈവശമുള്ള പണത്തിന്റെ കണക്കുകൾ പറയാൻ മടിക്കുന്നത് എന്തിനാണെന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്.